എത്തുന്നത് സീരിയസ് വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളാണ്. ഏവർക്കും ഈ പരിപാടിയിലേക്ക് ഭാഗവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി കുടുംബശ്രീ മുദ്രയില്ല സാധാരണ സ്കൂൾ വിട്ടു പോകുമ്പോഴും കോളേജ് വിട്ടു പോകുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമം തോന്നാറില്ലേ? ഒത്തിരി വർഷം കുറേ സുഹൃത്തുക്കളായിട്ട് പഠിച്ചിട്ട് അവരെല്ലാം വിട്ടിട്ട് പോകാൻ. അതേപോലെ ഒരു വിഷമാവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ. കാര്യം നാളെ മധുരം ജീവിതം പരിപാടി അവസാനിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും വിജയികൾക്ക് എല്ലാവർക്കും സമ്മാനവുമുണ്ട്. എനിക്കുമുണ്ട് 6 ഇനങ്ങളിൽ പങ്കെടുത്തതിന്റെ സമ്മാനങ്ങൾ. ഈ സമ്മാനം കിട്ടിയതിന്റെ സന്തോഷമല്ല എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർ ആയി കഴിഞ്ഞാൽ നമ്മൾ പലർക്കും ഇനി എന്താണ് അടുത്തത് ജീവിതം എന്നൊരു ഞാൻ ഓൾറെഡി മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആക്റ്റീവായിട്ട് അതിന് പങ്കെടുക്കാൻ പോകണം. ജീവിതം റിട്ടയർമെന്റിന് ശേഷം ബോണസാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും എത്രത്തോളം സന്തോഷിക്കാവോ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാവോ അത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ മധുരം ജീവിതം എനിക്ക് ശരിക്കും പറഞ്ഞൊരു ഓപ്പണിംഗ് ആയിരുന്നു. ഇവിടെ പാടാനും ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനും എല്ലാം തന്നെ അവസരം കിട്ടുന്നത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് അസാധ്യമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഭയങ്കര ആസ്മാറ്റിക് ആണ്. എനിക്കാണ് അടുത്താണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരാളെ കായികത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ഇവിടുത്തെ ഞാൻ കായിക ഇഷ്ടപ്പെട്ടതില്ലായിരുന്നു. 2000 മീറ്റർ ഞാൻ നടന്നു 5 റൗണ്ട് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ഞാൻ 5 റൗണ്ട് നടത്താം. അതിന് സമ്മാനമൊന്നും കിട്ടില്ല. പക്ഷേ മാത്രമല്ല ഷോട്ട്പുട്ടും ചാനലും എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്തിക്കുകയില്ല. ആ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും 2 ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, ഇതിൽ ഒരുപാട് സാഹിത്യക്കാരെ കണ്ടു, പുതിയ സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു, നല്ല സൗഹൃദ ബന്ധങ്ങൾ തുടങ്ങി. എല്ലാവരും ഇനി ഭാവിയിൽ അതായത് അടുത്ത വർഷം ഇതിനേക്കാൾ പ്രിപ്പയർ ആയിട്ട് വന്ന് നമ്മൾ അവതരിപ്പിക്കണമെന്ന് പ്ലാൻ ചെയ്തു. എല്ലാവർക്കും ജീവിക്കണമെന്നൊരു ആഗ്രഹം, ജീവിതത്തിലെ ഉദ്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്നൊരു ഫീലൊക്കെ തന്നെ ഒത്തിരി